ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 8ാം ക്ലാസ്സിലെ 13ാമത്തെ ചാപ്റ്ററായ സ്റ്റാറ്റിസ്റ്റിക്സ് അഥവാ സ്ഥിതിവിവരക്കണക്കിലെ 1ാമത്തെ ഭാഗമാണ്. അതായത് ഇവിടെ ഞാനൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. അത് 45 സ്റ്റുഡൻസിൻ്റെ സ്കോർ, ഒരു എക്സാമിന് കിട്ടിയ സ്കോറാണ് ഞാനിവിടെ എഴുതിയിരിക്കുന്നത്. ഇതിവിടെ നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം, നമ്പേഴ്സ് റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ നമ്മളോടൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, ഇപ്പോൾ 8 മാർക്കിൽ കുറവ് കിട്ടിയ കുട്ടികളുടെ എണ്ണം എത്ര. അപ്പോൾ നമ്മൾ എണ്ണുമ്പോൾ ചിലപ്പോൾ ഏതെങ്കിലും ഒരെണ്ണം മിസ്സാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിനെ ഒരു ടേബിൾ ആക്കുകയാണ്. അതാണ് നമ്മൾ ആദ്യം പഠിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ നോക്കിയാൽ തന്നെ സ്കോർ നമുക്കറിയാം. ഏറ്റവും ചെറിയ സ്കോർ 2ആണ്. 2 കഴിഞ്ഞാൽ പിന്നെ 3 വന്നിട്ടുണ്ട്, 4 ഉണ്ട്, 5 ഉണ്ട്, 6, 7, 8, 9, 10 കിടപ്പുണ്ട്. അപ്പോൾ ഇത്രയും സ്കോർ നമ്മൾ താഴേക്ക് എഴുതുകയാണ് ആദ്യം ചെയ്യുന്നത്. അപ്പം നമ്മൾ ടേബിൾ ഉണ്ടാക്കുമ്പോൾ ആദ്യം സ്കോറാണ് എഴുതുന്നത്. സ്കോർ ഇവിടെ വന്നിരിക്കുന്നത് 2 മുതൽ 10 വരെയാണ്. അപ്പോൾ 2, 3, 4, 5, 6, 7, 8, 9, 10. ഇനി നമുക്ക് ഇതിനെ അടയാളപ്പെടുത്തണം. അതായത് ഓരോ സ്കോറും റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട് എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു അടയാളമാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ആദ്യത്തെ നമ്പർ 8ആണ് അല്ലേ. ആ 8ൻ്റെ നേരെ ഒരു നീണ്ട ഒരു വര. അതായത് ഇതിൻ്റെ അർത്ഥം ഒരു പ്രാവശ്യം 8 വന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിന് അടയാളം നമുക്ക് കംപ്ലീറ്റ് ആക്കാം ഓരോ നമ്പറിൻ്റെയും. അപ്പോൾ രണ്ടാമത്തെ നമ്പർ 7ആണ്. അപ്പോൾ 7ൻ്റെ നേരെ ഒരു വര ഇടുക. മൂന്നാമത്തെ നമ്പർ 6ആണ്. അപ്പോൾ 6ൻ്റെ നേരെ ഒരു വര ഇടുക. നാലാമത്തെ നമ്പർ 3, അതിൻ്റെ നേരെ ഒരു വര ഇടുക. അഞ്ചാമത് വീണ്ടും 8 വന്നു അല്ലേ. അപ്പോൾ വീണ്ടും ഒരു വരയും കൂടെ ഇടുക. 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തു, 2 പ്രാവശ്യം 2 ആവർത്തി വന്നു എന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വീണ്ടും 8 വന്നപ്പോൾ വീണ്ടും ഒരു വര കൂടി ഇടുക. ഇനി നമുക്ക് 2 പ്രാവശ്യം 7 വന്നുകൊണ്ട് അതിൻ്റെ 2 വര ഇടുക. പിന്നെ 6ആണ് വന്നിരിക്കുന്നത്. പിന്നെ വീണ്ടും 7 വന്നിട്ടുണ്ട്, അപ്പോൾ ഒന്നും കൂടെ വരയിടുക. പിന്നെ 9ആണ്. അപ്പോൾ 9 ഇതുവരെ വന്നിട്ടില്ല, അപ്പോൾ ഒരു പ്രാവശ്യം. പിന്നെ 7 വന്നിട്ടുണ്ട് അല്ലേ. ഇത് 7 ആണല്ലോ. അപ്പോൾ ഇവിടെ 4 എണ്ണം കഴിഞ്ഞ് 5ാമത്തെ വരയ്ക്കുന്നത് നമ്മളിങ്ങനെയാണ്. മനസ്സിലായോ? അപ്പോൾ ഈ ഒരു ബ്ലോക്ക് എന്ന് പറയുമ്പോൾ തന്നെ ഈ ഒരു 5 എണ്ണത്തിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പം നമുക്ക് കൗണ്ട് ചെയ്യാൻ എളുപ്പമാണ്, അതിനു വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി അടുത്തത് 6ആണ്. വീണ്ടും 8 വന്നിട്ടുണ്ട്, പിന്നെ 7 വന്നു. അപ്പോൾ ഇത് 5 എണ്ണം കഴിഞ്ഞു. ഇനി ഇവിടെ നമ്മൾ ചെയ്യല. അടുത്തത് 6ാമത്തതായിട്ട് കുറച്ച് മാറ്റി ഒരു വര ഇടുകയാണ് ചെയ്യുന്നത്. പിന്നെ 2ആണ്, പിന്നെ 6, വീണ്ടും 7 വന്നു. കണ്ടോ? ഇനി അടുത്തത് ഇതുപോലെ 5 വരെ പോകും. പിന്നെ വീണ്ടും 1 തുടങ്ങും. അങ്ങനെയാണ്. അപ്പോൾ 5ൻ്റെ ടേബിൾ നമുക്ക് എളുപ്പമായതുകൊണ്ട് കൗണ്ട് ചെയ്യാൻ എളുപ്പമാണ്. ഇനി നമുക്ക് 10ആണ് വന്നിരിക്കുന്നത്. പിന്നെ 6 കണ്ട, 6 4 പ്രാവശ്യം വന്നു, 5ാമത്തെ പ്രാവശ്യം. പിന്നെ 7, ഇപ്പോൾ ഒന്നും കൂടെ വന്നു. പിന്നെ 3ആണ് വന്നിരിക്കുന്നത്. പിന്നെ 9ആണ് വന്നിരിക്കുന്നത്. പിന്നെ 5 ഇതുവരെ വന്നിട്ടില്ല. പിന്നെ 4, പിന്നെ 5, വീണ്ടും 4. ഇനി 2, 4 വന്നിട്ടുണ്ട്. പിന്നെ 5 വന്നു, വീണ്ടും 8 വന്നു. കണ്ടോ? 8 വന്നപ്പോൾ 5ാമത്തെ വരെ. പിന്നെ 10, വീണ്ടും 2 പ്രാവശ്യം 8 വന്നിട്ടുണ്ട്. അപ്പോൾ അടുത്തത് 1, 2. പിന്നെ 9, പിന്നെ 7 കണ്ടോ? പിന്നെ വീണ്ടും 7 വന്നപ്പോൾ ഒന്നും കൂടെ കട്ട് ചെയ്യുക. ഇനി 6, വീണ്ടും 2 പ്രാവശ്യം 8 വന്നിട്ടുണ്ട്. 1, 2. വീണ്ടും 7 വന്നല്ലോ. അപ്പോൾ അടുത്ത 3ാമത്തെ സെക്ഷനായി. പിന്നെ 4, പിന്നെ 5, പിന്നെ 9, വീണ്ടും 8. കണ്ടോ? അപ്പോൾ ഇത് നമുക്ക് ആകെ കുട്ടികളുടെ എണ്ണം കണ്ടുപിടിക്കണം. അതായത് 2 സ്കോർ കിട്ടിയ കുട്ടികളുടെ എണ്ണം. അപ്പോൾ 2 സ്കോർ കിട്ടിയ കുട്ടികളുടെ എണ്ണം അടയാളം എണ്ണി നോക്കിയാൽ മതി. 1 ഇവിടെ അടയാളം എണ്ണി നോക്കുമ്പോൾ 3 സ്കോർ കിട്ടിയത് 2. ഇപ്പം നമ്പർ ഓഫ് സ്റ്റുഡൻസ്, ഈ 2 സ്കോർ കിട്ടിയ നമ്പർ ഓഫ് സ്റ്റുഡൻസ് 1, 3 സ്കോർ കിട്ടിയ നമ്പർ ഓഫ് സ്റ്റുഡൻസ് 2, 4 സ്കോർ കിട്ടിയ നമ്പർ ഓഫ് സ്റ്റുഡൻസ് 5, 5 സ്കോർ കിട്ടിയ നമ്പർ ഓഫ് സ്റ്റുഡൻസ് 4, 6 സ്കോർ കിട്ടിയത് ഇത് 5ഉം 1ഉം 6, 7 സ്കോർ കിട്ടിയ നമ്പർ ഓഫ് സ്റ്റുഡൻസ് 5, 10, 11.
8 മാർക്ക് കിട്ടിയ നമ്പർ ഓഫ് സ്റ്റുഡൻസ് 5 5 10. 9 മാർക്ക് കിട്ടിയ നമ്പർ ഓഫ് സ്റ്റുഡൻസ് 4. 10 മാർക്ക് കിട്ടിയ നമ്പർ ഓഫ് സ്റ്റുഡൻസ് 2. ഇനി നമുക്ക് ഇത് ടോട്ടൽ കൗണ്ട് ചെയ്ത് നോക്കിയാൽ കറക്റ്റ് 45 തന്നെ കിട്ടും നമ്പർ ഓഫ് സ്റ്റുഡൻസ് എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ. ഇനി ഇവിടെ നമ്മളോട് ചോദിക്കുകയാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് ലഭിച്ച സ്കോർ എത്രയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിയാൽ മതി അല്ലേ. ഏറ്റവും ലാർജസ്റ്റ് നമ്പർ ഏതാ? 11 ആണ്. അവരുടെ സ്കോർ എത്രയാണ്? 7 ആണ്. അപ്പോൾ അങ്ങനെ ക്വസ്റ്റ്യൻസ് വരും. ഇതിനോടനുബന്ധിച്ച് തന്നെ ആ ക്വസ്റ്റ്യൻസിന് ആൻസർ എഴുതാൻ വേണ്ടി ഈ ടേബിൾ മതി. അപ്പോൾ ഇവിടെ ഈ ലാസ്റ്റ് കോളത്തിൽ എന്താണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട് ഈ സ്കോർ. 8 സ്കോർ കിട്ടിയ എത്ര കുട്ടികളുണ്ട്, എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് ഇതിനകത്ത് വരുന്നുണ്ട് എന്ന് കാണാനായിട്ടാണ് നമ്മൾ ഈ ലാസ്റ്റ് കോളം യൂസ് ചെയ്യുന്നത്. അതായത് നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്ന എന്താണ്? ഫ്രീക്വൻസി. ഒരു സ്കോർ തന്നെ എത്ര ആവൃത്തി വരുന്നുണ്ട്, ഫ്രീക്വൻസി അഥവാ ആവൃത്തി ആണ് നമുക്ക് ഈ ലാസ്റ്റ് കോളത്തിൽ നിന്ന് കിട്ടുന്നത്. ഇനി ഈ ടേബിളിന് പറയുന്ന പേരാണ് ഫ്രീക്വൻസി ടേബിൾ അഥവാ ആവൃത്തി പട്ടിക. ക്ലിയർ ആയല്ലോ? അപ്പം നമ്മളോട് ചോദിക്കുന്നത് ഫ്രീക്വൻസി ടേബിൾ ഉണ്ടാക്കാനാണ്, ആവൃത്തി പട്ടിക ഉണ്ടാക്കാനാണ് ചോദിക്കുന്നത്. അതോടൊപ്പം 4 5 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഇനി നമുക്ക് പേജ് നമ്പർ 203 ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഇനി ഇവിടെ ഈ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ 50 ഫാമിലീസിലെ ഓരോ ഫാമിലിയിലെയും മെമ്പേഴ്സിൻ്റെ നമ്പറാണ് തന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ അതേപോലെ ഫ്രീക്വൻസി ടേബിൾ അഥവാ ആവൃത്തി പട്ടിക ഉണ്ടാക്കണം. അപ്പോൾ നമുക്ക് ആദ്യം എന്താണ്? മെമ്പേഴ്സിൻ്റെ എണ്ണം അല്ലേ. ആദ്യം എന്താണ്? മെമ്പേഴ്സിൻ്റെ എണ്ണം. അപ്പോൾ മെമ്പേഴ്സ് അഥവാ അംഗങ്ങൾ. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കുമ്പോഴേ അറിയാം എവിടെ തൊട്ടാണ് തുടങ്ങുന്നത്. 2 ഉണ്ട് അല്ലേ, ഒന്നില്ല, 2 ഉണ്ട്, 2 3 4 5 6 ഉണ്ട്, 7 ഉണ്ട്, 8 ഉണ്ട്, 9 ഉണ്ട്, 10 ഉണ്ട്, പിന്നെ 13 വന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് ആ നമ്പേഴ്സ് ആദ്യം താഴോട്ട് എഴുതാം. ഇനി നമുക്ക് അടയാളപ്പെടുത്തണം അല്ലേ. ഓരോന്നും എത്ര പ്രാവശ്യം വരുന്നുണ്ട് എന്നുള്ള അടയാളം കൊടുക്കണം. അപ്പോൾ നമുക്ക് ഓരോന്നും എത്ര വീതം വരുന്നുണ്ടെന്ന് നോക്കാം. 8 ആദ്യത്തെ നമ്പർ 8 ആണ്. 8ൻ്റെ നേരെ അടയാളം കൊടുത്തു. പിന്നെ 6 ആണ്, പിന്നെ 9 ആണ് വരുന്നത്, പിന്നെ 4 ആണ് വരുന്നത്. ഇപ്പോൾ 2 പ്രാവശ്യം 4 വന്നു. പിന്നെ 2, പിന്നെ 6 വരുന്നുണ്ട്, പിന്നെ 5, പിന്നെ 4, പിന്നെ 3. ഫസ്റ്റ് റോ കഴിഞ്ഞല്ലോ. ഇനി സെക്കൻഡ് റോ നോക്കാം. 7, പിന്നെ 3 2 പ്രാവശ്യം വന്നിട്ടുണ്ട്, പിന്നെ 2. ഇങ്ങനെ നമ്മൾ ചെയ്തു പോകുമ്പോൾ ഒരു നമ്പർ മിസ്സാകുകയില്ല. പിന്നെ 3, പിന്നെ 7, പിന്നെ 6, പിന്നെ 3 അപ്പോൾ 5 പ്രാവശ്യമായി. പിന്നെ 2, പിന്നെ 5. അപ്പോൾ സെക്കൻഡ് റോയും കംപ്ലീറ്റ് ആയല്ലോ. ഇനി തേർഡ് റോയിലേക്ക് പോകാം. 5, പിന്നെ വന്നത് 13 പിന്നെ 2 പ്രാവശ്യം 9 ഉണ്ട്, പിന്നെ 7, പിന്നെ 2 പ്രാവശ്യം 4 കണ്ടല്ലോ, പിന്നെ 5, പിന്നെ 4. അപ്പോൾ അടുത്ത സെക്ഷൻ തുടങ്ങി. പിന്നെ 3 അടുത്ത സെക്ഷൻ തുടങ്ങി. ഇനി വീണ്ടും 3 വന്നു, പിന്നെ 7, പിന്നെ 2, പിന്നെ 3, പിന്നെ 10, 8, 2 പ്രാവശ്യം 6 വന്നിട്ടുണ്ട്, 1 2, പിന്നെ 4. അപ്പോൾ ആ റോയും കഴിഞ്ഞല്ലോ. ഇനി ലാസ്റ്റ് റോയും കൂടെ ഉള്ളൂ. 2 5 പ്രാവശ്യമായി, 4 5, വീണ്ടും 4, പിന്നെ 3, പിന്നെ 8, പിന്നെ 7, പിന്നെ 5, പിന്നെ 6 3. മനസ്സിലായോ? ഇനി നമുക്ക് വേണ്ടത് എന്താണ്? ഈ 2 മെമ്പേഴ്സുള്ള 2 അംഗങ്ങളുള്ള എത്ര ഫാമിലീസ് ഉണ്ട്. അപ്പം നമ്പർ ഓഫ് ഫാമിലീസ് ആണല്ലോ ലാസ്റ്റ് വേണ്ടത്. നമ്പർ ഓഫ് ഫാമിലീസ്, കുടുംബങ്ങളുടെ എണ്ണം അല്ലേ. അതായത് 2 അംഗങ്ങളുള്ള എത്ര കുടുംബങ്ങൾ. ഇത് എത്രയാണ്? 5 ആണ്. 2 മെമ്പേഴ്സ് ഉള്ള 5 ഫാമിലീസ്. 3 മെമ്പേഴ്സ് ഉള്ളതോ? ഇത് 5 5 5 10 10 1 11. 4 മെമ്പേഴ്സ് ഉള്ളത് 5 4 9. 5 മെമ്പേഴ്സ് ഉള്ള 5 1 6.
6 മെമ്പേഴ്സ് ഉള്ളത് 5ഉം 1ഉം 6, 7 മെമ്പേഴ്സ് ഉള്ളത് 5, 8 മെമ്പേഴ്സ് ഉള്ളത് 3, 9 മെമ്പേഴ്സ് ഉള്ളത് 3, 10 മെമ്പേഴ്സ് ഉള്ള 1, 13 മെമ്പേഴ്സ് ഉള്ള 1. ഇത് നമ്മൾ ടോട്ടൽ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കറക്റ്റ് 50 തന്നെ കിട്ടണം. അപ്പോൾ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഇതിപ്പം 5 + 11 + 9 + 6 + 6 + 5 + 3 + 3 + 1 + 1 കറക്റ്റ് 50 നമുക്ക് ആൻസർ കിട്ടി. അപ്പോൾ ഇത് കറക്റ്റ് ആണല്ലോ. ഇനി നമുക്ക് ഇതിനകത്ത് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? 2 മെമ്പേഴ്സ് മാത്രമുള്ള എത്ര ഫാമിലീസ് ഉണ്ട്? 2 മെമ്പേഴ്സ് മാത്രമുള്ള എത്ര ഫാമിലീസാണ്? 2 അംഗങ്ങൾ മാത്രമുള്ള എത്ര കുടുംബങ്ങളാണ്? 5. 5 കുടുംബങ്ങൾ, 5 ഫാമിലീസ് എന്ന് എഴുതാമല്ലോ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? 4 അതിൽ കുറവോ അംഗങ്ങളുള്ള എത്ര കുടുംബങ്ങൾ? 4 or less than 4. അപ്പോൾ 4ഉം വരാം, <4ഉം വരാം. അപ്പോൾ ഇവിടം വരെയുള്ളതല്ലേ, അതായത് ഈ 9 മുതൽ ഈ മുകളിലോട്ടുള്ളത് അല്ലേ. അപ്പോൾ 9 + 11 + 5 നോക്കിയാൽ മതി. 25 ഫാമിലീസ് എന്ന് കിട്ടിയല്ലോ. 25 കുടുംബങ്ങളാണ് 4 അതിൽ കുറവോ അംഗങ്ങളുള്ളത്. ഇനി മൂന്നാമത്തെ ചോദ്യം, 10 or more than 10 മെമ്പേഴ്സ്. അപ്പം 10 or more than 10 എന്ന് പറയുമ്പോൾ 10ഉം 13ഉമേ ഉള്ളൂ. അങ്ങനെ എത്ര ഫാമിലീസ് ഉണ്ട്, എത്ര കുടുംബങ്ങളുണ്ട്? 1, 1, 2 ഫാമിലീസ്. അപ്പം മൂന്നാമത്തെ ആൻസറായിട്ട് 2 ഫാമിലീസ് എന്ന് എഴുതാം. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഉണ്ട്. ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്ന, അതായത് ഇവിടെ ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്ന 11 ആണ്. അതിനകത്ത് എത്ര മെമ്പേഴ്സ് ഉണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 3 മെമ്പേഴ്സ്. അപ്പോൾ ആൻസർ കംപ്ലീറ്റ് ആയല്ലോ. ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യം നോക്കാം. ഇവിടെ രണ്ടാമത്തെ ചോദ്യത്തിൽ 8Bയിലെ 44 സ്റ്റുഡൻസിൻ്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് അവർ എത്ര കിലോമീറ്റർ അകലെ നിന്നാണ് വരുന്നത് എന്നാണ് തന്നിരിക്കുന്ന ഡേറ്റ. മനസ്സിലായല്ലോ. ഇപ്പോൾ 6 കിലോമീറ്റർ ദൂരെ നിന്ന് വരുന്ന കുട്ടികളുണ്ട്, 2 കിലോമീറ്റർ ദൂരെ നിന്ന് വരുന്ന കുട്ടികളുണ്ട്. അങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്കിവിടെ കിലോമീറ്ററാണ് ഫസ്റ്റ് കോളമായിട്ട് വരേണ്ടത്. ഫ്രീക്വൻസി ടേബിൾ അഥവാ ആവൃത്തി പട്ടിക ഉണ്ടാക്കുമ്പോൾ ആദ്യം എഴുതേണ്ടത് കിലോമീറ്ററാണ് അല്ലേ. എത്ര കിലോമീറ്റർ അകലെ എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഏതൊക്കെ ഉണ്ട്? 1 മുതൽ തുടങ്ങുന്നുണ്ട്. 1 ഉണ്ട്, 2 ഉണ്ട്, 3, 4, 5, 6, 7, 8 ഉണ്ട്, 9 ഉണ്ട്, 10 വരുന്നില്ല, 11 ഉണ്ട്, 12 ഉണ്ട്, 13 ഇല്ല, 14 ഉണ്ട്. അപ്പോൾ നമുക്കത് താഴോട്ട് എഴുതണം. ഇനി നമുക്ക് എന്തെങ്കിലും മിസ്സായി പോയാൽ ഇത് അറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും. അടുത്ത ടാലിയാണ്, അടയാളമാണ് വേണ്ടത്, ടാലി മാർക്ക്. ഇപ്പോൾ 6ൻ്റെ നേരെ ഒരു വര ഇടുക. പിന്നെ വരുന്ന 2 ആണ്. നമുക്കങ്ങനെ അറേഞ്ച് ചെയ്യാം. അറേഞ്ച് ചെയ്തു. ഇനി നമുക്ക് ഓരോന്നിലും എത്ര കുട്ടികൾ വീതം ഉണ്ട് എന്നാണ് നമ്മൾ നോക്കുന്നത്. 8Bയിലെ സ്റ്റുഡൻസ് ആണ്, നമ്പർ ഓഫ് സ്റ്റുഡൻസ് ആണ് ലാസ്റ്റ് കോളം, കുട്ടികളുടെ എണ്ണമാണ് അവസാനത്തെ കോളം. അപ്പോൾ 1 കിലോമീറ്റർ ദൂരെ നിന്ന് വരുന്ന 3 കുട്ടികളുണ്ട്. 2 കിലോമീറ്റർ ദൂരെ നിന്ന് വരുന്ന, ഇങ്ങനെ വെട്ടിയിടുമ്പോൾ 5 കുട്ടികൾ. 3 കിലോമീറ്റർ ദൂരെ നിന്ന് വരുന്ന 4 കുട്ടികൾ. ഇവിടെ 5, ഇവിടെ 5, 1, 6, ഇവിടെയും 5, 1, 6, ഇത് 5, 1, വീണ്ടും 5, 1, 2, 1. ഇത് നമ്മൾ ടോട്ടൽ എപ്പോഴും ചെക്ക് ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും നമ്പർ മിസ്സായില്ലേ എന്നുള്ളത് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ 44 സ്റ്റുഡൻസ് ആണ്. അപ്പോൾ നമുക്ക് ടോട്ടൽ ആഡ് ചെയ്യുമ്പോൾ 44 തന്നെ കിട്ടണം. അപ്പോൾ ടോട്ടൽ നമുക്ക് 44 എന്ന് കിട്ടി. അപ്പോൾ അത് കറക്റ്റാണ്. ഇനി ഇവിടെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ചെക്ക് ചെയ്യാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? 1 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ നിന്ന് വരുന്ന കുട്ടികൾ എത്രയുണ്ട്? 1 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ നിന്ന് എത്ര കുട്ടികൾ വന്നു? 3 സ്റ്റുഡൻസ് ആണ്, 3 കുട്ടികളാണ് ഒന്നാമത്തെ ആൻസർ. രണ്ടാമത്തെ ആൻസർ മോർ ദാൻ 5 കിലോമീറ്റർ ആണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. രണ്ടാമത്തതിൽ 5 കിലോമീറ്റർ കൂടുതൽ വരുന്ന കുട്ടികളുടെ എണ്ണമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 5 കിലോമീറ്റർ നമ്മൾ എടുക്കേണ്ട. 5 കിലോമീറ്റർ കൂടുതൽ എന്ന് പറയുമ്പോൾ 6 തൊട്ട് മുകളിലോട്ട്, അതായത് ഇവിടം തൊട്ട് അല്ലേ. ഇത്രയുമാണ് നമ്മൾ ടോട്ടൽ ചെയ്യേണ്ടത്. അപ്പോൾ അത്രയും ടോട്ടൽ ചെയ്യുമ്പോൾ എത്ര വരും? 6 + 5 11, 12, 12 + 5 17, 18, 20, 21. അപ്പോൾ 21 സ്റ്റുഡൻസ് ആണ് ആൻസർ. ഇനി മൂന്നാമത്തത് 5 കിലോമീറ്ററും 10 കിലോമീറ്ററും ഇടയിൽ നിന്ന് വരുന്നത്, അതായത് ഇൻ ബിറ്റ്വീൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ബിറ്റ്വീൻ
5 ആൻഡ് 10 കിലോമീറ്റേഴ്സ്. അതായത് 6 തൊട്ട് 9 വരെ അല്ലേ. അപ്പോൾ ഇത്രയും മാത്രം മതിയല്ലോ. 6 തൊട്ട് 9 വരെ എന്ന് പറയുമ്പോൾ ഇവിടം വരെ. അപ്പോൾ 6 + 5 11, 12, 12 + 5 17 സ്റ്റുഡൻസ്. 17 കുട്ടികളാണ് 5നും 10നും ഇടയിൽ വരുന്നത്, കിലോമീറ്ററിൽ ഇടയിൽ നിന്ന് വരുന്നത്. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ മോർ ദാൻ 10 കിലോമീറ്റേഴ്സ് ആണ്. അപ്പം മോർ ദാൻ 10 എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് 10 ഇല്ല. 11, 12, 14 ഇത് 3 അല്ലേ ഉള്ളൂ. അപ്പോൾ 1 + 2 3 + 1 4 സ്റ്റുഡൻസ് ആണ്. 4 കുട്ടികളാണ് 10 കിലോമീറ്റർ കൂടുതലുള്ളത്. അപ്പോൾ അത് മനസ്സിലായല്ലോ. ഇനി മൂന്നാമത്തെ ചോദ്യം നോക്കാം. ഇവിടെ മൂന്നാമത്തെ ചോദ്യത്തിൽ ഒരു എക്സാമിന് 35 സ്റ്റുഡൻസിന് കിട്ടിയ മാർക്കുകളാണ്, സ്കോറാണ് തന്നിരിക്കുന്നത്. അപ്പോൾ അതിനകത്തും നമ്മൾ ആവൃത്തി പട്ടിക അഥവാ ഫ്രീക്വൻസി ടേബിൾ ഉണ്ടാക്കണം. ഫ്രീക്വൻസി ടേബിൾ ഉണ്ടാക്കാൻ വേണ്ടി സ്കോറാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ സ്കോറാണ് ആദ്യം എഴുതേണ്ടത്. സ്കോർ ഏതൊക്കെ എവിടം തൊട്ട് എവിടം വരെ വരുന്നു എന്ന് നോക്കുക. എന്താണെങ്കിലും 2 ഡിജിറ്റ് നമ്പേഴ്സാണ്. അപ്പോൾ 2 അക്ക സംഖ്യകൾ 10ലാണ് തുടങ്ങുന്നത്. 11 ഉണ്ട്, 12 ഉണ്ട്, 13 ഉണ്ട്, 14, 15, 16, 17, 18 വന്നിട്ടുണ്ട്, 19 വന്നിട്ടുണ്ട്, 20 വന്നിട്ടുണ്ട്. അപ്പം 10 തൊട്ട് 20 വരെയുള്ളതാണ് സ്കോറ്. ഇനി നമുക്ക് ടാലി ഉണ്ടാക്കണമല്ലോ. ടാലി ഉണ്ടാക്കണം, അടയാളം ഉണ്ടാക്കണം, പിന്നെ എന്താ വേണ്ടത്? നമ്പർ ഓഫ് സ്റ്റുഡൻസ് അഥവാ കുട്ടികളുടെ എണ്ണം. ഇത്രയും വേണമല്ലോ. അപ്പോൾ 10 മാർക്ക് കിട്ടിയ 10 സ്കോർ കിട്ടിയ എത്ര കുട്ടികളുണ്ടെന്നുള്ളതാണ് നമ്മൾ ആദ്യത്തെ ഇതിൽ മാർക്ക് ചെയ്യുന്നത്. അങ്ങനെ ഓരോന്നോരോന്ന് മാർക്ക് ചെയ്യും. അപ്പോൾ ഒരു നമ്പർ മിസ്സാവരുത്. അപ്പോൾ ആദ്യത്തെ നമ്പർ 15 ആണ്. 15ൻ്റെ നേരെ അടയാളപ്പെടുത്തി, 10ൻ്റെ നേരെ അടുത്ത് അടയാളപ്പെടുത്തി, പിന്നെ 18 ആണ്. അങ്ങനെ നമുക്കിത് കംപ്ലീറ്റ് ഫില്ല് ചെയ്യാം. അപ്പോൾ നമ്മൾ ടാലി കംപ്ലീറ്റ് ആക്കി അടയാളപ്പെടുത്തി. ഇനി നമുക്ക് നമ്പർ ഓഫ് സ്റ്റുഡൻസ്, അതായത് 10 മാർക്ക് കിട്ടിയ എത്ര കുട്ടികളുണ്ടെന്നുള്ളത് 2, 11 മാർക്ക് കിട്ടിയ 3 കുട്ടികൾ, 12 മാർക്ക് കിട്ടിയത് 3 കുട്ടികൾ, 13 4, 14 4, 15 5 1 6, 16 5, 17 4, 18 2, 19 1, 21. അപ്പോൾ നമുക്ക് ടോട്ടൽ ആഡ് ചെയ്യുമ്പോൾ കറക്റ്റ് നമ്പർ 35 തന്നെ കിട്ടണം. അപ്പോൾ നമുക്ക് ആഡ് ചെയ്ത് നോക്കാം. 2 3 5 3 8 4 12 4 16, 16 + 6 22, 22 + 5 27, 27 + 4 31, 31 + 2 33, 34, 35. ഇപ്പോൾ ടോട്ടൽ 35 സ്റ്റുഡൻസ് ആയല്ലോ. കറക്റ്റ് ആണല്ലോ. ഇനി നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? 20 സ്കോർ ലഭിച്ചത്. 20 സ്കോർ കിട്ടിയ എത്ര കുട്ടികളുണ്ട്? ഒരാളേ ഉള്ളൂ. അപ്പോൾ ഒരു സ്റ്റുഡൻ്റ് എന്ന് എഴുതാമല്ലോ. രണ്ടാമത്തെ ആൻസർ 10നും 15നും ഇടയ്ക്കാണ് നമുക്ക് നോക്കുന്നത് അല്ലേ. 10നും 15നും ഇടയ്ക്ക് കിട്ടിയത് വേണം. അപ്പോൾ 10 വേണ്ട, ഇടയ്ക്കാണ്. 11 തൊട്ട് 11, 12, 13, 14. 11, 12, 13, 14 ഈ 4 എണ്ണം മതി. 3 + 3 6 + 4 10, 10 + 4 14 സ്റ്റുഡൻസ്. 14 കുട്ടികൾക്കാണ് 10നും 15നും ഇടയിൽ മാർക്ക് കിട്ടിയത്, ഇടയിൽ സ്കോർ കിട്ടിയത്. അടുത്ത മൂന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് 10ൽ കുറവ് സ്കോർ കിട്ടിയ കുട്ടികൾ എത്രയുണ്ട്? 10 ആണല്ലോ നമ്മുടെ ആദ്യത്തെ സ്കോർ. 10ൽ കുറവ് സ്കോർ കിട്ടിയ കുട്ടികൾ ആരെങ്കിലും ഉണ്ടോ? ഇല്ല, 0, ആരും തന്നെ ഇല്ല. ഇനി നാലാമത്തെ ചോദ്യം എന്താണ്? ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് ലഭിച്ച സ്കോർ എത്രയാണ്? ഇപ്പം ഏറ്റവും കൂടുതൽ കുട്ടികൾ ഏതാണെന്ന് നോക്കുക. എവിടെയാണ്? 6 ഏറ്റവും കൂടുതൽ കുട്ടികൾ. അത് എത്ര സ്കോറാണ്? 15 സ്കോർ. അപ്പോൾ സ്കോർ 15 എന്നെഴുതാമല്ലോ. ഇപ്പോൾ 3 ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ. എഴുതി പഠിക്കുക. നമുക്ക് അടുത്ത വീഡിയോയിൽ അടുത്ത പാർട്ട് ചെയ്യാം.